ഗുഡ് മോർണിംഗ്. ഞാനത് ഏകദേശം ഈ തെരഞ്ഞെടുപ്പിന് ഒരു കൊല്ലം മുമ്പ് തന്നെ പ്രിപ്പയർ ആയ സംഭവമാണ്. കാരണം എന്ന് വെച്ചാല് കാസർഗോഡിന്റെ ഈ വികസന ഇല്ലായ്മ ചോദ്യം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഒരു തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ എല്ലാ കാലം നമ്മളെ നാട്ടിൽ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏകദേശം അടുക്കാറാവുമ്പോൾ നമ്മൾ മതവും അതുപോലെ തന്നെ ജാതി മാത്രം പറഞ്ഞിട്ട് പോക്കാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ വികസനം ആര് നോക്കും, ആര് ചർച്ച ചെയ്യും? അപ്പൊ ആ ഒരു ചർച്ച ചെയ്യാനും ആ ഒരു വികസനത്തിന് ജനങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാനുമായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത്. എനിക്ക് 100% ഉറപ്പാണ്, മൂന്ന് മുന്നണിയിലെ നടുവില് ഒരു സ്വാതന്ത്ര്യം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അറിയാം. അപ്പൊ അതിന്റെ ഇടയിൽ കാസർഗോഡിന്റെ ടൂറിസം മേഖലയായി കഴിഞ്ഞാലും, ആരോഗ്യ മേഖലയായി കഴിഞ്ഞാലും, വ്യവസായ മേഖലയായി കഴിഞ്ഞാലും, കലാകായിക മേഖലയായി കഴിഞ്ഞാലൊക്കെ ജനങ്ങളെ മുമ്പിൽ എന്തെങ്കിലും എത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വലിയൊരു തെളിവാണ് ഈ BJP വന്നത് എന്ന് പറയുന്നുള്ള ഒരു സംസാരമുണ്ട് നമ്മുടെ നാട്ടിൽ. ലാസ്റ്റ് അതിന് ചില ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ വികസനം അറ്റ്ലീസ്റ്റ് ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിന്നതിനുള്ള വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. 100% എനിക്ക് സപ്പോർട്ടായിട്ട് കാസർഗോഡ് മണ്ഡലത്തിലുള്ള 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി അടങ്ങുന്നതാണ് എൻ്റെ ഈ മണ്ഡലം. ഈ മണ്ഡലത്തിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് പര്യടനത്തിലായിരുന്നു. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എവിടെ പോയി കഴിഞ്ഞാലും ഒരു വോട്ട് നിൽക്ക് എന്ന രീതിയിലാണ് നമ്മളെ ഫ്രണ്ട് സർക്കിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രതീക്ഷയാണ്. ബാക്കി മുന്നണികൾ വലിയ രീതിയിൽ മുന്നേറുമ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടേണ്ട എല്ലാ പരിഗണന ഈ നാട്ടിലെ വോട്ടർമാർ തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, അങ്ങനെയല്ല. കാസർഗോഡ് യുവസമൂഹം എന്ന് പറയുന്നുള്ള വലിയൊരു നമ്പർ ഓഫ് ആൾക്കാരാണ് ഈ ജെൻസി എന്നൊക്കെ പറയുന്ന നമ്മളെ കാസർഗോഡുള്ള ഇവര് ഈ കാലങ്ങളായിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ എന്തുള്ളത്, ഇവിടെ എന്താണുള്ളത്, എന്ത് മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്, കുറെ ആയില്ലേ നമ്മൾ ഈ നാട്ടിൽ നിൽക്കുന്നുള്ളത്. ചുരുക്കം പറഞ്ഞാൽ അറിയാം, ഇവിടെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഇരിക്കാൻ വരെ ഒരു നേരെയുള്ള രീതിയില്ല. അതുപോലെ തന്നെ നഗേഷൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നോക്കിയ സംഭവമാണ് അതൊക്കെ. അതുപോലെ തന്നെ ഏത് മേഖലയായി കഴിഞ്ഞാലും ഇവിടുത്തെ ജെൻസി പിള്ളന്മാർ ചോദിക്കാൻ തുടങ്ങി. അവരൊരു ചോദ്യചിഹ്നമായിട്ട് മാറുന്ന ഒരു രീതിയിൽ ഈ നാടെത്തുമ്പോഴാണ് നമ്മളൊക്കെ ഇതിൽ ഇടപെടേണ്ട വന്നിട്ടുള്ളത്. കാരണം എന്താ പറയുക, നമുക്കുണ്ട് മക്കള്, നമുക്കുണ്ട് നാട്ടുകാർ. അപ്പൊ ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മറുപടി രാഷ്ട്രീയക്കാരെ ഒന്നും ലഭിക്കുന്നേ ഇല്ല കാസർഗോഡ്. അതുകൊണ്ടാണ് ഞാൻ ഇവർക്കും വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും സംസാരിക്കണോ എന്നിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നൊരു പ്രഖ്യാപനത്തിന് മുമ്പിലോട്ട് പോയിട്ടായിട്ട് ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ വികസനം വരുന്ന തലമുറയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നറിയുന്ന ഒരു കൺസെപ്റ്റ്. കാസർഗോഡ് ജനസിക്കുള്ള വാഗ്ദാനം എന്ന് പറഞ്ഞാല്, കാസർഗോഡ് എന്ന് പറഞ്ഞാൽ അറിയാം, വളരെയേറെ കഴിവുള്ള ഒരാൾക്കാര് ജനിക്കുകയും അതുപോലെ തന്നെ അവരെ കർമ്മ ഇതായിട്ട് മുമ്പിലോട്ട് പോകുന്നുള്ള ഒരു നാടാണ്. നമുക്കറിയാം, ഒരു ഫാഷന് കാസർഗോഡ് ഇറങ്ങി അല്ലെങ്കിൽ ബോംബെയിലോ ദുബൈയിലോ ഇറങ്ങിക്കഴിഞ്ഞാല് പിറ്റേ ദിവസം ഇറങ്ങുന്നുള്ള ഒരു നാടാണ് നമ്മുടെ കാസർഗോഡ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫാഷൻ ഭ്രമം എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ഒരു നാട്. ഇവർക്ക് എന്താണ് നമ്മൾ ചെയ്തിരുന്നത്? ഒന്നും ചെയ്തില്ല. അപ്പൊ ഇവർക്ക് ഉള്ള ഒരു ക്ലസ്റ്റർ എന്ന രീതിയിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു വലിയ രീതിയിൽ തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. ആ ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ കാസർഗോഡ് ഒരു ക്ലസ്റ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ഈ ജെൻസി പിള്ളന്മാർ എറണാകുളവും അതുപോലെ തന്നെ ബോംബെയും ബാംഗ്ലൂരും പോയിട്ടായിട്ട് സമയം കളയുന്നത് അവർക്ക് സ്വന്തം നാട്ടിൽ തന്നെ എന്തെങ്കിലും തുടങ്ങുക എന്നതാണ് അവർക്ക് വലിയൊരു ആഗ്രഹം.